ഹായ്. മാഗിയുടെ ആഡ് വന്നപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയാണ് മാഗി കണക്ട് ചെയ്യാൻ പറ്റുക എന്നാണ്. എനിക്ക് അത് വന്നപ്പോൾ തന്നെ ആദ്യം ഓർമ്മ വന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന സമയത്ത്, ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് ഹോസ്റ്റലിൽ കൊല്ലത്തുണ്ടാകുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ ഫുഡൊന്നും പറ്റുന്നുണ്ടായില്ല. എന്നാൽ അവിടെ വളരെ വൃത്തികെട്ട ഒരു അന്തരീക്ഷമുള്ള, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കിങ്ങനെ ജയിലിൽ നിന്നല്ല, ഒരു തരത്തിൽ ജീവിതം മടുത്തു പോകുന്ന, ഒരു രൂപ വരെ നമുക്കിങ്ങനെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്തൊക്കെയോ ഫുഡൊക്കെ ആയിരുന്നു, ഭയങ്കര കാശും. അതായത് 2018 കേട്ടോ. ഒരു ചോറിന് ഉച്ചക്ക് 55 രൂപ. അത് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുകയും വേണം. 2018 കോവിഡിന് മുന്നേ എല്ലാ ദിവസവും ചോറുണ്ടെങ്കിൽ ഈ പൈസയാണ്. എന്നത് നമുക്ക് ഒരു ദിവസം അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ 1000 റുപ്പീസ് വേണം. ഇത് ഞാൻ പറയുമ്പോൾ കുറേ ആൾക്ക് അറിയാം, ഇത് ഞാൻ ഇവിടുത്തെ പറയുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ, എനിക്ക് ചോറ് കഴിക്കാൻ എന്തൊക്കെയോ കഴിക്കണം. അനു അമ്മയും അനു അച്ഛനൊക്കെ എന്നെ കാണാൻ വന്നിരുന്നു കൊല്ലത്ത്. ഇത്രയുള്ള തൂക്കിൽ നിറയെ ചോറ് കൊണ്ടുവന്നിരുന്നു. ചോറും പിന്നെ നല്ല ചിക്കൻ കറിയും. എൻ്റെ അമ്മ കുരുമുളകിട്ട ചിക്കൻ കറി കിട്ടലിനായിട്ട് വെക്കും. ചിക്കൻ കറിയും കൊണ്ടുവന്നിരുന്നു. നമ്മൾ മട തിന്നു എല്ലാവരും കൂടെ. നെറ്റിൽ യൂസ് ചെയ്യാം. എന്തോ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഒരു വൃത്തികെട്ട സ്ഥലം, ഞാൻ വെറുത്തു പോയൊരു സ്ഥലം. അത് നമ്മൾ എന്തെന്ന് വെച്ചാൽ, മാഗി ആദ്യം തൂക്കിലിട്ടിട്ട് മസാല ഇട്ട് വെക്കും, മാഗി മസാലയും. എന്നിട്ട് കെറ്റിൽ മാഗി ഉണ്ടാക്കാൻ പറ്റില്ല, കെറ്റിൽ കേടാവും. വെള്ളം തിളപ്പിച്ച് അപ്പം തന്നെ ഈ തൂക്കിലേക്ക് ഒഴിക്കും. എന്നിട്ട് അടച്ചു വെക്കും. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് അത് കഴിക്കും. പക്ഷെ അത് കഴിക്കുന്നതിനേക്കാളും അത് ഇത്ര ആൾക്കാരോട് കഴിക്കുന്നതിൻ്റെ ഒരു സമയമുണ്ട്. എനിക്കും അനുവിൻ്റെ കൂടെ ഒന്നും അങ്ങനെ മാഗി കഴിച്ച മൊമെൻറ്റ്സ് ഒന്നും ഇല്ല, അങ്ങനെ ഓർമ്മ ഇല്ല. നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് സിബ്ലിംഗ് ലവ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് എനിക്ക് മാഗി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഹോസ്റ്റലാണ്. സംഭവം എനിക്ക് അവിടുന്ന് വേറെ ഒന്നും അങ്ങനെ ഓർത്തെടുക്കാനൊന്നുമില്ല, ഡാർക്കസ്റ്റാണ്. പക്ഷെ നമ്മൾ അങ്ങനെയാണ് ആ ഗ്യാങ് അങ്ങനെ കഴിച്ചത്. ആ സമയം ആദ്യം അത് ഓർമ്മ. എനിക്ക് വേറെ എത്ര സ്ക്രിപ്റ്റ് ആലോചിച്ചിട്ടും ഒരുപാട് പരിപാടി ആലോചിച്ചു, കുറേ കറക്ഷൻസ് അവർ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടി വന്നപ്പോഴും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എനിക്ക് പറയാനോ സൗകര്യമുള്ളൊരു പരിപാടി അതായിരുന്നു.